സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനക്ക് വന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ഫുള്ള് ചാറ്റ് മൊത്തം LHIN സാധനങ്ങളായിരിക്കും. എടാ മുത്തേ, എടാ ഞാൻ സംസാരിക്കുന്നില്ല. എടാ ഇൻസൾട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നല്ല എൻ്റെ ജീവിതത്തിൽ. ഓക്കെ, അത് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അച്ചായനത് കൊണ്ട് അത് ഇതായി. അച്ചായനത് അതിൽ കയറി ഇടപെട്ട് എന്തിനാന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ഉമ്മ സത്യം ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ല ഇത്. ഞാൻ പറഞ്ഞിട്ട് ചെയ്തല്ല. ഇതൊന്നും നമ്മളെ പ്ലാനിലേ ഇല്ല. നമ്മളെ മൈൻഡിൽ അവിടെ പോവുക, പബ്ജി ടൂർണമെന്റ് കാണുക, തിരിച്ചു വരിക, ഇതാണ് നമ്മളെ മൈൻഡിൽ. അവിടെ കാസ്ട്രോ വരുന്ന കാര്യം പോലും എൻ്റെ ഉമ്മ സത്യം എനിക്കറിയില്ല. ഈഗിൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാം, TV വരുന്നുണ്ടെന്ന് അറിയാം. TV കാണാന്നെല്ലാം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. വേറെ ഒന്നും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നില്ല. കാസ്ട്രോ വരൂന്ന് പോയിട്ട് എൻ്റെ BMO എനിക്കുള്ള കാര്യം തന്നെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാ അച്ഛൻ ഈ ഇടപെട്ടേന്ന് എനിക്കറിയില്ല. ഓക്കെ, ചിലപ്പോ ഞാൻ വണ്ടി ചോദിച്ചപ്പോ കാസ്ട്രോ തരാണെന്നപ്പം അയാൾക്ക് കൊണ്ട്, അച്ഛനെ കൊണ്ട്. ഇപ്പം മനസ്സിലായി. ഇപ്പൊ എനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, എടേ ഫാൻ ഇട്ടാ, എനക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല മുത്തേ. ഞാനൊരു കാര്യം പറ്റേ, നമ്മക്ക് ആദ്യമായിട്ട് ഒന്നല്ല ഇൻസൾട്ട്. നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടല്ല ഇൻസൾട്ട് കിട്ടുന്നത്. നമ്മ ഇതെല്ലാം കണ്ട് ഇതിൽ നിന്നാണ് നമ്മ ഉണ്ടായത്. മനസ്സിലാവും, ഇതിൽ നിന്നാണ് നമ്മ വന്നത്. അപ്പൊ എനക്ക് ഇതൊന്നും ഒരു സീനേ അല്ല. ഞാൻ അതും വെച്ച് ഇതാക്കാനോ ആ പരിപാടിക്ക് അമ്മയില്ല. ഓക്കെ, ആ കേസ് നമുക്ക് വിടാം. ഓക്കെ, ഞാൻ ആ കേസ് വിട്ട്, എനക്ക് പ്രശ്നമില്ല. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, LHIN എടാ ഇപ്പം ഓക്കെ. അവിടെ അച്ചായനോട് ഞാൻ ആടുന്ന് സോറി പറയാന്ന് വെച്ചിട്ട് അച്ഛൻ പറഞ്ഞ ഓക്കെ സോറി പറയാം. ആടുന്ന് ആദ്യം തെറിവിളി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് അച്ഛനോട് പറഞ്ഞ ഓക്കെ പോയി സോറി പറയാം. എന്നിട്ട് അച്ഛനും കൂട്ടിട്ട് ഞാൻ ഒരിടത്ത് പോയി. എന്നിട്ട് അച്ഛനെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ നോക്കിയപ്പോ എനിക്ക് എന്റെ സോറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കഴിഞ്ഞ്. ഓക്കെ, പിന്നെ അവിടെ കഴിഞ്ഞ്. പിന്നെ അവിടെ ടോക്കില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും നഷ്ടമൊന്നുമില്ല. അപ്പൊ പിന്നെ അവിടെ കഴിഞ്ഞ് വാട്ട് എവർ. പിന്നെ അവിടെ ബാക്കിയുള്ളത് എനിക്ക് കിട്ടിയ ഇൻസൾട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ എടാ മുത്ത, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് എത്രയോ ആൾക്കാരോട് ഞാൻ വണ്ടി ഓടിക്കാൻ വയ്ക്കലുണ്ട്. എടാ എല്ലാവരും തരണം. എടാ ഓനങ്ങനെ നമ്മൾ കുറ്റം പറയാൻ പറ്റും? എടാ അത്രയും കോടികൾ കൊടുത്ത് വാങ്ങിയ വണ്ടിയാണ്. മനസ്സിലായോ? എടാ സത്യം പറയാണ്ടല്ലോ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരിക്കലും എനക്കും അവനോട് ഒരു ദേഷ്യമില്ല. കാരണം എന്താ അറിയോ, ഓൻ ശരിക്കും എന്റെ കണ്ണ് തുറപ്പിച്ചാടാ. ശരിക്കും അത്രയും ദിവസം എനിക്ക് അല്ല അത്രയും ആൾ പോകുന്നതിന് എനിക്ക് ഭയങ്കര അഹങ്കാരത്തിലാണ് ഞാൻ ഉണ്ടായത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? IRL എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്. അപ്പം നമ്മളൊന്ന് ഹമ്പിൾ ചെയ്യാൻ ഇങ്ങനെയുള്ള സാധനങ്ങളല്ല നമുക്ക് തരുന്നത്. മനസ്സിലാവും, നമ്മളൊന്ന് ഹംബിൾ ചെയ്യാൻ, നീ ഒന്നും ആയിട്ടില്ല, നീ അവിടെ എത്തിയിട്ടില്ല എന്ന് കാണിക്കാനാണ് അല്ല നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ തരുന്നത്. ഞാൻ ഒരിക്കലും ഓനെ കുറ്റം പറയില്ല. കാരണം ഓൻ എന്റെ കണ്ണ് തുറപ്പിച്ച് ഇത്രയും കാലം സ്ട്രീമായിട്ട് ഞാൻ എന്തുണ്ടാക്കി എന്നുള്ള ഇതെനക്ക് തോന്നി. മനസ്സിലായി, ആ ബോധോദയം അതിന് വേണ്ടിട്ടാണ് നല്ല തരുന്നത്. ഞാൻ വലിയ എനക്ക് ഒന്നുമില്ല, എന്നിട്ട് ഞാൻ വലിയ അഹങ്കാരം കളിച്ചിട്ടാണ് ഈ റോട്ടുമ്പിലൂടെ നടക്കുന്നത്, അല്ലെങ്കിൽ അഹങ്കാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നല്ല തലക്കൊരു അടി വന്നിട്ട് അടിയിരിക്കുമായില്ല, അങ്ങനെ പറയുന്ന സംഭവം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഇത് അത് ഞാൻ ഒരു പോസിറ്റീവ് വേലാന്ന് കാണുന്നത്. ഓക്കെ, നമ്മക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നും ഇൻസൾട്ട് കിട്ടും. നമ്മ ഇതെല്ലാം കണ്ട് ഇതിന്റെ അപ്പുറത്ത് കണ്ടിട്ടാണ് നമ്മ ഇടാൻ വന്നിട്ടിരിക്കുന്നു. നമ്മക്ക് ഇതൊന്നും ചെയ്യുന്നതല്ല. അത് ഒരു കണക്കിന് നന്നായി. ഞാൻ അല്ലടാ കാര്യം പറയല, കാസ്ട്രോ എന്റെ കണ്ണ് ഉറപ്പിക്കരുത്. കാരണം ഓനെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എനിക്കറിയാം. ഓനെ എത്ര കൊല്ലായിട്ട് എനിക്കറിയാം. അച്ചായനെല്ലാം കാസ്ട്രോനൊന്നും അറിയാത്തോണ്ടാണ്, പരിചയമില്ലാത്തോണ്ടാണ്. കാസ്ട്രോ ഞാനായിട്ടുള്ള ഇതെല്ലാം പറഞ്ഞാൽ അല്ല, മീൻസ് അങ്ങനെ വലിയ ബന്ധം ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഓൻ കഷ്ടപ്പെടുന്ന ഞാൻ കാണുന്നതാ പണ്ട് മുതൽ. കാര്യം പറയല, ഇരുന്ന് കഷ്ടപ്പെടുന്ന ഞാൻ കാണുന്നത്. അപ്പൊ ഓൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കി കാറ് വാങ്ങി. ഞാൻ അത് ചെയ്തില്ല, അത് എന്റെ മിസ്റ്റേക്ക്. അല്ലാണ്ട് ഓനെ ഇതാക്കിയിട്ട് അതിൽ ഏറ്റു കൊടുത്തില്ല കാര്യം. അതെന്ത് മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നത്? ഇങ്ങനെയുള്ള അച്ഛൻ താഴെയാണ് മമ്മൂനെ മര്യാദ. അത് കാര്യം അച്ഛൻ അവിടെ കയറി തെറി വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് ഞാൻ അന്ന് തന്നെ ലൈവിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ. അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്റെ ഒന്നിച്ചുള്ള ഒരാള് വേറൊരുത്തനുമായിട്ട് ഫൈറ്റ് ആകുമ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കോ. ഇത് സംഭവം ആദ്യം അച്ഛൻ തെറി വിളിച്ച അത് ഞാൻ കണ്ട. നിന്റെ അപ്പച്ചൻ അങ്ങനത്തെ ഒരു വേർഡ് പറഞ്ഞത്, അത് അതുകൊണ്ട് തന്നെ ഞാൻ ന്യായീകരിക്കാണ്ടെന്നതാ. കാരണം അവർ തമ്മിൽ തീർത്തോട്ടം വിചാരിച്ചു. പക്ഷെ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ തെറി വിളിച്ചിട്ട് നമ്മൾ ന്യായീകരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മുത്തേ, കോൾ കാസ്ട്രോ ബ്രോ സ്റ്റോപ്പ്. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, വെറുതെ ഓനയിലേക്ക് ഓൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ വേറൊരു കാര്യമുണ്ട്, നിങ്ങളെല്ലാം മറന്നു പോകുന്ന വേറൊരു കാര്യമുണ്ട്. എടാ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയ ഒരു സാധനം വാങ്ങിയിട്ട് എന്നെ പോലത്തെ ഒരു, സത്യം പറഞ്ഞ ആൾക്കാർ കാണുന്ന ഒരു ഭ്രാന്തനായിട്ടാണ്. നിങ്ങളത് ചിലപ്പോൾ മറന്നോന്നായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ മറന്നോന്നുണ്ടോ. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടടാ. എനിക്ക് ഇപ്പൊ അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ആൾക്കാർ എന്നെ അങ്ങനെ ഒരു ഭ്രാന്തൻ എന്നുള്ള സെറ്റപ്പിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് ആര് വണ്ടി കൊടുക്കൂടാ? ഒരു ഭ്രാന്തൻ. നീ ആലോചിച്ച് നോക്ക്, നീ ഒരു വണ്ടി എടുത്ത് എന്നിട്ട് വൈക്കൂടെ ഇങ്ങനെ മറ്റേ മുടിയും താടിയെല്ലാം വളർത്തി മാറ്റി ഇങ്ങനെ
നാട്ടിൽ നടക്കുന്ന ഒരുത്ത് എന്നോട് പോയിട്ട് വണ്ടി ചോദിച്ചാൽ നീ ഓടിക്കാൻ കൊടുക്കോ ഇല്ല. അതാ ഞാൻ പറഞ്ഞ വെച്ചാല് എനക്കറിയാം ഞാൻ പറയാന്നല്ല, പക്ഷെ ആൾക്കാർ മീൻസ് പൊതുവേ ഉള്ളൊരു ഇതങ്ങനെയാടാ എന്നെ കുറിച്ച്. എനിക്ക് ഇപ്പൊ സംശയം തോന്നുന്നു, ഞാൻ പുറത്തിറങ്ങുമ്പോൾ വന്ന് സെൽഫി എടുക്കാൻ വേണ്ടിട്ട് ആള് ചോദിക്കുന്നതന്നെ ഇനി എന്നെ അങ്ങനെ കണ്ടിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ കുരങ്ങ എന്താ കളിക്കുന്നത് നോക്കാലോ, നോക്കാലോ ഇവനെന്താ സംഭവം, ഇവന് അങ്ങനത്തെ ഒരു മൈൻഡിലാണോ എന്നോട് സെൽഫി എടുക്കാൻ ചോദിക്കുന്നവരെ എനിക്ക് ഡൗട്ട് അടിക്കാൻ തുടങ്ങിയടാ എന്റെ മൈൻഡിൽ. കാര്യം എനിക്ക് മൊത്തം ഹോൾ എക്സിസ്റ്റൻസിനെ ഇപ്പൊ ഡൗട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആ കാര്യം പറയല അവിടെ കോൾ കാസ്റ്റോ പറയല്ല, വിളിക്കൂല. എനിക്ക് അങ്ങനെ വിളിച്ച ഒരു ഇതാക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഓന്റെ ഭാഗത്ത് തെറ്റില്ല, നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ ഇല്ല ഇല്ല അത് വിട ഫോർ യുവർ വേർഡ്സ് ബ്രോ, താങ്ക് യു ഫോർ യുവർ വേർഡ്സ്. ഏജന്റ് വീഡിയോ നോക്കണം, അതിലെ കണ്ടറ ഇതിപ്പോ എല്ലാരും ഞാൻ ഇതെന്താ പ്രശ്നം വരാറിയോ? ഇതിപ്പോ കുറെ ആൾ ഇത് തിന്ന് ജീവിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കുറെ ആൾ ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിട്ട് കാത്തിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നം നടക്കുമ്പോ ഇതിനെതിരെ ഇങ്ങനെ വീഡിയോ ഇടാൻ വേണ്ടി കുറെ ലിസ്റ്റ് ഓഫ് ആൾക്കാർ, ഞാൻ കുറെ വീഡിയോസ് കണ്ടറാ. ഞാൻ കാര്യം പറയല, ഇതെന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു കാസ്ട്രോനെ വിളിച്ചൊരു ടോക്ക് ആയി കഴിഞ്ഞാൽ അതൊരു കോൺട്രവേഴ്സി ആകുമ്പോട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അത് തിന്നിട്ട് ജീവിക്കും. അതിന്റെ ആവശ്യമില്ല. കാരണം വേറെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണയടിക്കാനുള്ള ആളാണെങ്കിൽ ഓക്കെ. കാസ്ട്രോ ഓൻ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാ നമ്മളങ്ങനെ ചെയ്യണം? നമ്മളെന്തിനാ അങ്ങനെ ചെയ്യണം? ഓൻ തെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് എന്റെ വിദ്യയായിട്ടേ ഞാൻ കരുതുള്ളൂ. കാരണം ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചൊരു ഇമേജ് ആണ്, മനസ്സിലാവും. ഞാനായിട്ട് ഉണ്ടാക്കിയത് ഞാൻ അങ്ങനെ ആയിപ്പോ ആൾക്കാർ അങ്ങനെ കണ്ടുപോയി. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവും. അത് വിട്. ഞാനൊന്ന് വീട്ടിൽ പോയാലെന്ന് ആലോചിക്കുന്നതാ. കാരണം ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ കാര്യം പറയല, എനക്ക് ആകെ ഞാൻ ഡൗഡായെന്ന് തോന്നുമ്പോ എനിക്ക് ചെയ്യാൻ തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാല്, പണ്ട് ഞാൻ പറഞ്ഞില്ലേ, പണ്ടാണ് നാട്ടുകാർ കെട്ടിട്ട് തല്ലി നടത്തിച്ച റോഡില്ല, അതിലെ കൂടെ ഞാൻ പോയി നടക്കോളാം. കാരണം പണ്ട് അത് വെച്ച് നോക്കുമ്പോ ഞാൻ അങ്ങനെയാണ്. മുമ്പത്തെ എന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഒന്നില്ലെങ്കിലും ഞാൻ ഓക്കെയാണ്. അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ എനിക്ക് മോട്ടിവേഷൻ കിട്ടില്ല. കാര്യം പറയല, എന്റെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴി, വീട്ടിലേക്ക് ഇപ്പുറമുള്ള റോഡ്, അതെല്ലാം എനിക്ക് മോട്ടിവേഷൻ. പിന്നെ എന്റെ റൂം, എന്റെ വീട്ടിലേക്ക് മീൻസ് ഉമ്മാനെ കാണുന്നതും മീൻസ് ഉപ്പാനെ കാണുന്ന വെച്ചാൽ സംസാരിക്കുകയും ചെയ്യില്ല. പക്ഷെ സ്റ്റിൽ ദൂരത്തുനിന്നായാലും ഉപ്പാനെ കാണുമ്പോ അല്ലെങ്കിൽ വീട്ടുകാരെ കാണുമ്പോ മനസ്സിലാവും ഞാൻ മുന്നേ നിന്ന സ്ഥലം, അതെല്ലാം നമുക്ക് ഇത് തരുവാടാ. കാസ്ട്രോന്റെ വണ്ടി പോലത്തെ അല്ല കേട്ടോ, അത് ഇലക്ട്രിക്കൽ ആണ്, അത് ഗേ വണ്ടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, പെട്രോൾ എഞ്ചിൻ അല്ലാത്ത വണ്ടികളെല്ലാം ഗേ വണ്ടിയാണെന്നാണ് എന്റെ അഭിപ്രായം. പെട്രോൾ ഡീസൽ അല്ലാണ്ട് ഇലക്ട്രിക്കൽ വണ്ടി എന്ന് പറഞ്ഞാൽ ഗേ വണ്ടിയാണ്. ഗേ പീപ്പിൾ ആണ് ഇലക്ട്രിക്കൽ വണ്ടി ഉപയോഗിക്കുക. എനിക്ക് കിട്ടാത്തതിന്റെ കുഴപ്പമൊന്നുമല്ല, ഞാൻ കാര്യം പറയാലോ. ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഗേ വണ്ടിയാണ്. അത് ഓടിക്കാൻ ഒരു സുഖം, നമ്മൾ ചവിട്ടുമ്പോ സൗണ്ട് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്ത് ഇത് 5 സീരീസ് എടുക്കാം, 5 സീരീസാ 5 സീരീസ്